പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും അഫർമേഷൻസിന്റെ പവറുമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ കമന്റ് സെക്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ ലാ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും അഫർമേഷൻസിന്റെ പവറും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രെയിനിന്റെ അടുത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിന്റെ അടുത്ത് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിൻ യാഥാർത്ഥ്യമാക്കി മാറ്റി തരും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് നിങ്ങളെ ബ്രെയിനിന്റെ അടുത്ത് പറഞ്ഞാലും ആ ബ്രെയിൻ അത് യാഥാർത്ഥ്യമാക്കി മാറ്റി തരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അസുഖങ്ങളെ പറ്റിയാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വിഷമങ്ങളെ പറ്റിയാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേദനകളെ പറ്റിയാണെങ്കിൽ, നിങ്ങളുടെ ബ്രെയിൻ അത് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് റിയാലിറ്റി ആയി ആക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എന്താണോ നിരന്തരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ബോഡിയും നമ്മുടെ ചുറ്റും സ്വീകരിക്കും. ബോഡി മാത്രമല്ല, ഞാൻ പറയാം, ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ബ്രെയിൻ എന്താണോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കോൺഷ്യസ്ലി അവെയർ ആകാതെ നിങ്ങളുടെ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിഗ്നൽ എന്താണോ അത് നിങ്ങളുടെ ബ്രെയിൻ റിയാലിറ്റി ആക്കി മാറ്റും. അതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ അത് റിയാലിറ്റി ആക്കി മാറ്റും. പേടിക്കരുത്, പക്ഷെ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് എപ്പോഴും, പേടി എപ്പോഴും പ്രശ്നമാണ്, പക്ഷെ അവയർനെസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്താണ് അഫർമേഷൻസിന്റെ പവർ എന്നുള്ളത് ഞാൻ പറയുന്നത്. അഫർമേഷൻസിന്റെ പവർ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് 20 മിനിറ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഒരു ഡെയിലി നിങ്ങൾ അഫേം ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഒരു 20 മിനിറ്റ് അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ആ അഫർമേഷൻ ഒരു ചിന്തയാണ് അല്ലെ, ആ ചിന്ത നിങ്ങളുടെ ബ്രെയിൻ കൺസീവ് ചെയ്യുകയും നിങ്ങളുടെ ബ്രെയിനിന്റെ അടുത്ത് അത് ഞാൻ ബ്രെയിനിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ബ്രെയിൻ എന്ത് ചെയ്യും, അത് റിയാലിറ്റി ആക്കി മാറ്റി തരികയും ചെയ്യും. അപ്പൊ അതാണ് അഫർമേഷൻസ്. കാരണം നമ്മൾ ബ്രെയിനിന്റെ അകത്ത് റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ബ്രെയിൻ അത് ഉൾക്കൊള്ളുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുകയും ബ്രെയിൻ അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചാറ്റിൽ ഒന്ന് ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാവോ? ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അറിയാവോ? ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യണേ. നമ്മൾ എന്താണ് ബ്രെയിനിൽ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്താ, നമ്മുടെ ബ്രെയിനിൽ എന്താണോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ബ്രെയിൻ റിയാലിറ്റി ആക്കി മാറ്റിത്തരും. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ശക്തമായ ഒരു അവയർനെസ് നമുക്കുണ്ടായാൽ, അതിനാണല്ലോ ചിന്തകളൊക്കെ കൺട്രോൾ ചെയ്യുന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേ നോക്കട്ടെ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് അറിയോ? ചാറ്റിലുണ്ടോ? ജസ്റ്റ് എസ് എന്ന് ടൈപ്പ് ചെയ്യോ. അപ്പോൾ നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഇട്ട് കൊടുക്കുന്ന കാര്യം അത് റിയാലിറ്റി ആക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് ഡെയിലി നിങ്ങളൊരു 20 മിനിറ്റ്സ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് പല ആളുകൾക്കും പല ഗോളുകളായിരിക്കും അല്ലേ. അപ്പൊ അപ്പൊ ആ ഗോള് കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കറക്റ്റ് ഇട്ട് കൊടുത്താല് നിങ്ങളുടെ ബ്രെയിൻ അത് റിയാലിറ്റി ആക്കി മാറ്റി തരും. നെഗറ്റീവാണ് നിങ്ങൾ, അതുകൊണ്ടാണ് പല ആളുകളുടെ ലൈഫ് എപ്പോഴും പറയുന്നത്, ഞാൻ ഒരു നെഗറ്റീവായിട്ടൊരു അനുഭവം വന്നാൽ, അത് അസുഖമായിക്കോട്ടെ, അത് സാമ്പത്തികമായ പ്രശ്നങ്ങളായിക്കോട്ടെ, അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഒരു സാധനം അയാളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും 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 അയാളുടെ ലൈഫിലേക്ക് പ്രതിസന്ധികളുടെ ആഴം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് അയാൾ റിപ്പീറ്റ് ആയിട്ട് ഇടുന്ന പ്രോഗ്രാമിംഗ് ആണ്.
അയാൾ റിപ്പീറ്റ് ആയിട്ട് അയാളുടെ ഉപബോധ മനസ്സിൽ നിക്ഷേപിക്കുന്ന പ്രോഗ്രാമിങ് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റിയാലിറ്റി ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അഫർമേഷൻസ് പറയുക. ആ അഫർമേഷൻസ് ഡെയിലി 20 മിനിറ്റ് മതി. അത് ചിന്തകളെ കൺട്രോൾ ചെയ്യണം. അത് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകണം. നമ്മൾ ഓരോ ചിന്തകളെ കൺട്രോൾ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഒരു 20 മിനിറ്റ് അഫർമേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ആവും. അപ്പം എന്തായാലും ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾ കമന്റ് സെക്ഷനിൽ യൂട്യൂബ് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഫ്രീ ലൈവ് ക്ലാസ്സസ്, ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അത് മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ച നമ്മുടെ പെയ്ഡ് ക്ലാസ്, അതിൽ എങ്ങനെ ശരിയായി ചിന്തിക്കാം, ഹീലിങ്സ്, നെഗറ്റീവായ തോട്ട് പ്രോസസ് നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മൾ ആൾറെഡി ചിന്തിച്ച പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് പെട്ടെന്ന് റിയാലിറ്റി ആയി മാറുന്ന ഹീലിങ്സ്, അലൈൻമെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്ന പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. അപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.